കല്ലുത്താൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റിലേക്ക് മാറാൻ എന്തായാലും നിലവിലെ പാളയം മാർക്കറ്റിലെ വ്യാപാരികൾ തയ്യാറല്ല. അതിന് പ്രധാന കാരണമായി പറയുന്നത് നിലവിൽ ഇവിടെയുള്ള സൗകര്യത്തിന്റെ പകുതി പോലും പുതിയ പാളയത്തില്ല എന്നുള്ളതാണ്. വിഷയത്തിൽ വ്യാപാരികളുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് മാത്രമാണ് കോർപ്പറേഷന് മുന്നിലുള്ള ഏക പോംവഴി. ഞങ്ങളെ ജീവിതം സംരക്ഷിക്കാൻ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരെ ഉമ്മമാരെ പെങ്ങന്മാരെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. എത്ര അവർ വാങ്ങി പണം അവർ പറയട്ടെ, അത് നമ്മൾ തിരിച്ചു കൊടുക്കാം. ബക്കറ്റ് പിരിവെടുത്തിട്ടാണ് എന്ത് പിരിവെടുത്തിട്ടാണ് നമ്മൾ കൊടുക്കൂ. നമ്മൾ ഈ വികസനത്തിന് ഒരു ഇതാണ് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ ഈ പാളയം മാർക്കറ്റിൽ ജീവിക്കുന്ന 5000 കുടുംബങ്ങളുണ്ട്, അനുബന്ധ മേഖലകളുണ്ട്. ഇതിനൊക്കെ ഇവിടെ നിലനിർത്തി തരണം പറഞ്ഞാൽ ഇതിന് ഒന്നായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. താഴെ ഫ്ലോറ് ഫുൾ മൊത്തം ഇവരുടേതായ ആളുകൾക്ക് പ്രമാണിമാർക്ക് തീരെഴുതി കൊടുത്ത്, ഏത് സമ്പത്തുള്ളവർക്ക് തീരെഴുതി കൊടുത്ത്, ഇവിടെയുള്ള പാവപ്പെട്ട ലൈസൻസുകൾക്ക് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ കൊടുത്ത്. ഇവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം 15 ദിവസം മുമ്പാണ് നോട്ടീസ് നൽകിയത്. പുകമറ സൃഷ്ടിക്കാന്നല്ലാതെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന് പറയാം. 15 ദിവസം മുമ്പ് നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് തരാത്തതിൻ്റെ കാരണവും ഞങ്ങൾക്കറിയാം. സാധാരണക്കാരൻ്റെ ഗവൺമെൻറ് അല്ലേ, അവരിവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താ? ഇവിടെ ഇപ്പോൾ അതിനെക്കൊണ്ട് പല ആളുകളെ ജീവിതമാർഗം വഴിമുട്ടിച്ചിട്ട് ഈ കോർപ്പറേഷന് ആ മൂലയിലേക്ക് കൊണ്ടുപോയിട്ട്, അതായത് കനാൽ കടന്ന് ഒരു 2 സെൻറ്റ് ഭൂമി ആരെങ്കിലും എടുത്തൊരു വീട് കെട്ടാനാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷന് അവിടെ അധികാരം കൊടുക്കില്ല. അവിടെ എന്താക്കും ഓല അവിടെ വെച്ചിട്ട് എല്ലാ കൊടുക്കില്ല. അത്രയും കണ്ടൽ കനാലിന് തൂർത്തും കണ്ടാണ് അവരെന്താക്കിയത് ഈ മാർക്കറ്റ് അവിടെ സമീപിച്ചത്. അവിടെ ഒരു മഴയോ ഒരു വെള്ളം വേലിയേറ്റോ വന്നാൽ അവിടെ ഫുള്ള് വെള്ളമാണ്. ഞാൻ പുതിയ കാലത്ത് ജനിച്ചു വളർന്ന ആളാണ്. കല്ലത്താങ്കടവിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ആ പുഴൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. ശരിക്കും സംവിധാനം ചെയ്യേണ്ടത് ഇതിന് എന്തെങ്കിലും മറ്റേ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതുക്കി പണിയാനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടത്. താൽക്കാലിക അടിസ്ഥാനത്തിൽ മാറാൻ എല്ലാവരും തയ്യാറാണ്. 5000-ഓളം വ്യാപാരികളാണ് പാളയം മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ ചുരുക്കം ചില വ്യാപാരികൾ മാത്രമാണ് ന്യൂ പാളയത്തേക്ക് മാറാൻ തയ്യാറായിട്ടുള്ളത്. വ്യാപാരികളെ ഒറ്റയടിക്ക് മാറ്റില്ല, മറിച്ച് ഘട്ടം ഘട്ടമായി മാറ്റും എന്നുള്ളതാണ് മേയറും ഡെപ്യൂട്ടി മേയറും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. മരണം വരെ സമരം ചെയ്യാനാണ് വ്യാപാരികളുടെ തീരുമാനം. കോഴിക്കോട് നിന്നും വിഷ്ണു കേച്ചേരിക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24.